ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23 ചൊവ്വാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിലേക്ക്. 6 ദിവസത്തെ സെൽ ഓഫിന് ശേഷം US മാർക്കറ്റുകൾ വീണ്ടും തിരിച്ചു വന്നു. 3 മാർക്കറ്റുകളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത്. ടെക് സെക്ടർ തന്നെയായിരുന്നു നേട്ടങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് പുറത്തു വന്നു. ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ തന്നെയായിരുന്നു റിസൾട്ട്. മാത്രമല്ല ടെക് സ്റ്റോക്കുകളിൽ ഇന്നലെ ഇൻഫോസിസ്, ADRും വിപ്രോയും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. വിപ്രോ 5.14% നേട്ടത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റിയിൽ 50 മുതൽ 60 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഫോക്കസിൽ വരുന്ന വാർത്തകളിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. സാധ്യതയുള്ള വളർച്ചയിലെത്താൻ ഇന്ത്യക്ക് നിരക്ക് കുറയ്ക്കൽ ആവശ്യമാണെന്ന് മോണിറ്ററി പോളിസി കമ്മിറ്റി അംഗങ്ങളായ വർമ്മ, ഗോയൽ എന്നിവർ അഭിപ്രായപ്പെട്ടു. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് പലിശ നിരക്ക് കുറയ്ക്കേണ്ട സമയമാണിതെന്ന് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത്, പണപ്പെരുപ്പം നിയന്ത്രണത്തിലായതിനാലും ടാർഗറ്റ് ലെവലിനോട് അടുത്ത് കിടക്കുന്നതിനാലും പലിശ നിരക്ക് കുറച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ വേഗത്തിൽ വളർത്താൻ ശ്രമിക്കുന്നത് ശരിയാണെന്ന് ഈ അംഗങ്ങൾ കരുതുന്നു. ഈ റിപ്പോർട്ടിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ചിലർ പലിശ നിരക്കുകൾ വെട്ടിക്കുറച്ച് സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിലവിലെ ശക്തമായ സമ്പദ് വ്യവസ്ഥയും പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും കാരണം സമിതി ജാഗ്രത പാലിക്കുന്നു. മറ്റൊരു വാർത്ത, ഇറാൻ ഇസ്രായേൽ വാറിനോടനുബന്ധിച്ച് വലിയ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളാണ് നിലനിന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാർക്കറ്റുകളെല്ലാം ക്രാഷിലേക്ക് പോയി. അത്തരത്തിലൊരു ഇടിവുണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് UBS, യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡ് പറഞ്ഞിരിക്കുന്നു. ആ വാർത്തയിലേക്കാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ വിപണിയെ ബാധിക്കുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. മാത്രമല്ല US-ന്റെ ഒരു നിലപാട് കൂടി പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. US ഹൗസ് ഗണ്യമായ ഫണ്ട് അനുവദിക്കുന്ന ബില്ലുകൾ പാസാക്കി. ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നതിന് ഉൾപ്പെടെ $60.8 ബില്യൺ, ഇസ്രായേലിന് നേരിട്ടുള്ള സൈനിക സഹായത്തിന് $17 ബില്യൺ, ഗാസയ്ക്കും ദുരിതബാധിത പ്രദേശങ്ങൾക്കും മാനുഷിക സഹായത്തിനായി $9 ബില്യൺ US പ്രഖ്യാപിച്ചു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ കാരണം പരിഭ്രാന്തിയിൽ വിപണിയിൽ നിന്ന് പുറത്തു കടക്കരുതെന്ന് UBS പറയുന്നു. ചരിത്രപരമായ ചില ഉദാഹരണങ്ങൾ കൂടി പറയുന്നത്, 1941 പോൾ ഹാർബർ പോലുള്ള പ്രതിസന്ധികളെ തുടർന്ന് 12 മാസത്തിനുള്ളിലാണ് S&P 500 സൂചിക ഉയർന്നത്. എന്നാൽ പകുതിയോളം കേസുകളിൽ വിപണി ഒരു മാസത്തിനുള്ളിൽ തന്നെ വീണ്ടെടുക്കാറുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് ഫോക്കസിൽ വരുന്ന ഒരു സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഇന്നലെ വൈകുന്നേരമാണ് റിലയൻസിന്റെ റിസൾട്ട് പുറത്തു വന്നത്. ഓയിൽ, ടെലികോം ടു റീറ്റെയിൽ മേജർ 2024 മാർച്ച് പാദത്തിൽ 21,243 കോടി രൂപയുടെ അറ്റാദായമാണ് രേഖപ്പെടുത്തിയത്. ഉയർന്ന നികുതി ചെലവ് മൂലം 0.1% വളർച്ച മാത്രമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. കൂടാതെ ഈ പാദത്തിലെ മൊത്ത വരുമാനം 2,64,834 കോടി രൂപയാണ്. 10.8% വർധനവുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയ റിസൾട്ടുകൾ തന്നെയാണ് റിലയൻസ് കൊണ്ടുവന്നത്. മറ്റൊരു കമ്പനി തേജസ് നെറ്റ്വർക്ക്സ് ആണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 146.8 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി നഷ്ടത്തിലായിരുന്നു. 11.5 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 343.3 കോടി രൂപയായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 1,326.88 കോടി രൂപയിലാണ്. ഒരു ഷാർപ്പ് ഇൻക്രീസ് തന്നെയാണ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്തത് ഹാറ്റ്സൺ അഗ്രോ പ്രൊഡക്ട്സ് ആണ്. കമ്പനി ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 109% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് 52.2 കോടി രൂപയിലാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഒരു വർധനവുണ്ടായിട്ടുണ്ട്. 14.4% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2,047 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി പട്ടേൽ എഞ്ചിനീയറിംഗ് ആണ്. കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ഏപ്രിൽ 22 ആരംഭിച്ചു കഴിഞ്ഞു. ഫ്ലോർ പ്രൈസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് 59.50 എന്ന നിലയിലാണ്. ഇപ്പോഴത്തെ നിലയിൽ നിന്നും 5.3% ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ ഫ്ലോർ പ്രൈസ് ഉള്ളത്. മറ്റൊരു കമ്പനി KP എനർജിയാണ്. കമ്പനിക്ക് ഗുജറാത്ത് പവർ പ്രൊജക്ട്സിൽ നിന്നും പുതിയൊരു ഓർഡർ ലഭിച്ചു. 9 മെഗാവാട്ട് വിൻഡ് പവർ പ്രൊജക്ടിൻ്റെതാണ് ഓർഡർ. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ടാറ്റ LXI, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, നെൽക്കോ, ജിൻഡാൽ ഹോട്ടൽസ് എന്നീ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബയോകോൺ, വൊഡാഫോൺ ഐഡിയ, പിരാമൽ എന്റർപ്രൈസസ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്.
മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ഒത്തിരിയേറെ പേർ ഞങ്ങളോട് വിളിച്ച് പറയാറുണ്ട് ഒത്തിരിയേറെ സപ്പോർട്ടാണ് ഈ ലൈവ് എന്ന്. കാരണം മാർക്കറ്റിൻ്റെ ടൈം ഉടനീളം ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോം നിങ്ങൾക്ക് പൂരിപ്പിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. നിഫ്റ്റിയിലേക്ക് ഇന്നലെ ശക്തമായൊരു തിരിച്ചുവരവാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 22,336 189 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റി 20-ഡേ EMAയ്ക്കും 50 EMAയ്ക്കും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് തന്നെയാണ്. നിഫ്റ്റിയുടെ ഒരു വീക്ക്നെസ് പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം കംഫർട്ടബിളായി 20-ഡേ EMAയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ നിഫ്റ്റിയുള്ള ഒരു റേഞ്ച് ഇപ്പോൾ ഉള്ളത് ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ഏരിയയായ 22,300 മുതൽ 22,350 വരെയുള്ള ലെവലിനുള്ളിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പോസിറ്റിവിറ്റി നിഫ്റ്റിക്ക് ലഭിക്കും. അപ്സൈഡിലേക്ക് വന്നാൽ 22,430 മുതൽ 22,500 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. കാരണം ഏപ്രിൽ 15-ന് നിഫ്റ്റിയിൽ ഉണ്ടായ ഒരു ഗ്യാപ്പാണ് ഈ സോൺ. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയാണുള്ളത്. വെള്ളിയാഴ്ച നമ്മൾ പ്രീ മാർക്കറ്റിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതാണ് പേഴ്സിംഗ് ലൈൻ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അപ്പ് മൂവ്മെന്റിന് കൂടുതൽ ശക്തി പകരുകയും ചെയ്തു. നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജിക്ക് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,350. പുട്ട് സൈഡിൽ 469% വർധനവാണ് കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 108% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,300 സ്ട്രൈക്കിൽ 97% വർധനവാണുള്ളത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 25% വർധനവ് കോൾ സൈഡിൽ കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 22,400 സ്ട്രൈക്കിൽ 40% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 35% വർധനവ്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡാണ് ഇന്നലെ കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,600 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,924 350 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 48,470 മുതൽ 48,500 വരെയുള്ളത് ഏപ്രിൽ 15-ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്യാപ്പ് ഏരിയയാണ്. അത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അന്നേ ദിവസം ക്രിയേറ്റ് ചെയ്തിരുന്നു. രണ്ടിലും പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ള ഒരു സോൺ തന്നെയാണിത്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 47,700 മുതൽ 47,620 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയാണുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് RSI MACD എന്നിവ പോസിറ്റീവാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 48,000-ലാണ് കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 49,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,500-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉമാണ്. അടുത്തത് ഇന്ത്യ വിക്സിലേക്ക്. കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ തന്നെയായിരുന്നു. എന്നാൽ ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിയുകയുണ്ടായി. 12.70-ലാണ് അവസാനിച്ചത്. 5.63% ഇടിഞ്ഞായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കിലേക്ക് ഇന്ന് പറയുന്ന സ്റ്റോക്ക് മാനോൻ ബിയറിംഗ്സ് ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 133.40 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 145-ഉം സെക്കൻഡ് ടാർഗറ്റ് 150-ഉമാണ്. സ്റ്റോപ്പ് ലോസ് 122. ഇത് ഒരു റെക്കമെൻഡേഷൻ അല്ല എന്നൊരിക്കൽ കൂടി പറയുന്നു. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&A സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. ആദ്യം വലിയ പ്രോഫിറ്റിലേക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് പോയൊരു സ്റ്റോക്കിലേക്കാണ്.
സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് മാർച്ച് 14-നായിരുന്നു എൻട്രി എടുക്കുന്നത്. 488-ലാണ് എൻട്രി എടുത്തത്. 617 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം ഒരു മാസം കൊണ്ട് 26% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. വലിയ പ്രോഫിറ്റ് തന്നെയായിരുന്നു ഈ സ്റ്റോക്കിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഉജ്ജീവനായിരുന്നു. ഏപ്രിൽ 19-നായിരുന്നു എൻട്രി എടുക്കുന്നത്. 548-ലാണ് എൻട്രി എടുത്ത് 586.85 വരെ അപ്പായി. 6.40% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് മോത്തിലാൽ ഹോസ്വാൽ ആയിരുന്നു. ഏപ്രിൽ 19-നായിരുന്നു 2199 എൻട്രി എടുക്കുന്നത്. 2358 വരെ അപ്പായി. 6.7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് IRM എനർജിയാണ്. ഒരു ദിവസം കൊണ്ട് വലിയ പ്രോഫിറ്റിലേക്ക് മാറിയ ഒരു സ്റ്റോക്കായിരുന്നു ഇത്. 548-ലാണ് എൻട്രി എടുക്കുന്നത്. ഇന്നലെ 641 വരെ സ്റ്റോക്ക് അപ്പായി. 14% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് സ്റ്റീൽ സിറ്റി ആയിരുന്നു. ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. എൻട്രി എടുക്കുന്നത് 80.3-ലായിരുന്നു. 88.5 വരെയാണ് അപ്പായത്. 9.2% നമുക്ക് പ്രോഫിറ്റായി ഇൻട്രാഡേയിൽ നിന്ന് മാത്രം ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് എലിക്കോൺ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഏപ്രിൽ 19-നാണ് എൻട്രി എടുക്കുന്നത്. 1183-ൽ 1245 വരെയാണ് അപ്പായത്. 5%-നടുത്ത് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമർ ആയിരുന്നു. ഏപ്രിൽ 8-ന് 1132-ലാണ് എൻട്രി എടുക്കുന്നത്. 1172 വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. അടുത്തത് ത്രിവേണി എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഫെബ്രുവരി 19-ന് 349-ലാണ് എൻട്രി എടുത്ത് 358.25 വരെ അപ്പായി. 2.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്ത ഒരു സ്റ്റോക്ക് VA ടെക് വാബ് ബാഗ് ലിമിറ്റഡ് ആയിരുന്നു. 885-ലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 1010 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏപ്രിൽ 16-നായിരുന്നു എൻട്രി എടുക്കുന്നത്. 12% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഓറിയന്റ് ഇലക്ട്രിക് ആയിരുന്നു. ഫെബ്രുവരി 23-നാണ് എൻട്രി എടുക്കുന്നത്. എൻട്രി എടുക്കുന്ന ലെവൽ 211.7. നമ്മുടെ ടാർഗറ്റ് 220 ആയിരുന്നു. 220 ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 3.7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ആയിരുന്നു. 1080 PE ആയിരുന്നു പറഞ്ഞത്. ഏപ്രിൽ 15-നാണ് എൻട്രി എടുക്കുന്നത്. 25.5-ൽ എൻട്രി എടുത്തു. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 30 ആയിരുന്നു. 38 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഈ സ്റ്റോക്കിൽ നമുക്ക് 32% പ്രോഫിറ്റായി ലഭിച്ചത്. ഇനി ഇൻട്രാഡേയിൽ തന്നെ വലിയ പ്രോഫിറ്റിലേക്ക് വരുന്ന സ്റ്റോക്കുകളുണ്ട്. ITI 15 മിനിറ്റ് കൊണ്ട് ഏകദേശം 4.5% മുകളിലാണ് പ്രോഫിറ്റായി നമുക്ക് ഇന്നലെ തന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം സ്റ്റോക്കുകൾ ഉണ്ടെങ്കിലും അതൊന്നും ഇവിടെ പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിലേക്ക്. ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ 2913 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIs ആവട്ടെ 3542 കോടി രൂപയ്ക്ക് ബൈ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനോടകം FIs 25144 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത് കഴിഞ്ഞത്. ഇനി US മാർക്കറ്റിലേക്ക്. തുടർച്ചയായ 6 ദിവസത്തെ നഷ്ടത്തിന് ശേഷം S&P 500-ഉം നാസ്ഡാക്കും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് 1.11% നേട്ടത്തിലും S&P 500 0.87% ഉയർന്നും ഡൗ ജോൺസ് 0.67% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ചത്തെ സെൽ ഓഫിന് ശേഷം ഇന്നലെ ടെക് സ്റ്റോക്കുകളിൽ തന്നെയാണ് ബൈയിങ് കണ്ടത്. പ്രത്യേകിച്ച് എൻവിദിയ പോലുള്ള സ്റ്റോക്കുകൾ 10% ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. ഇന്നലെ 4% നേട്ടവും ഉണ്ടാക്കി. S&P 500-ലെ ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടറായി മാറിയതും ടെക് സെക്ടർ തന്നെയായിരുന്നു. ഇനി ഈ ആഴ്ച മെഗാ ക്യാപ് സ്റ്റോക്കുകളുടെ വരുമാന ഫലങ്ങൾ പുറത്തുവിടാൻ ഒരുങ്ങുകയാണ്. ആദ്യം ടെസ്ലയുടെ റിസൾട്ട് ചൊവ്വാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവരും. ടെസ്ല കഴിഞ്ഞ വർഷത്തിൽ 40%-ലേറെയാണ് ഇടിഞ്ഞത്. മെറ്റ പ്ലാറ്റ്ഫോമിൻ്റെ റിസൾട്ട് ബുധനാഴ്ചയാണ്. ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ് എന്നിവയുടെ റിസൾട്ടുകൾ വ്യാഴാഴ്ച. മാർക്കറ്റിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ ഈ സ്റ്റോക്കുകളുടെ റിസൾട്ടിൻ്റെ പങ്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. റിസൾട്ടുകൾക്ക് പുറമെ പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയും ഈ ആഴ്ച തന്നെയാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് LSEG ഡാറ്റ അനുസരിച്ച് ഈ വർഷം ഏകദേശം 41 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. വർഷത്തിന്റെ തുടക്കത്തിൽ അത് 150 ബേസിസ് പോയിന്റ്സ് ആയിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ടെക്സൈഡ് ഇന്നലെ വളരെ സ്ട്രോങ് തന്നെയായിരുന്നു. കാരണം വിപ്രോ ഇന്നലെ ഉയർന്നത് 5.14% ആയിരുന്നു. ഇൻഫോസിസ് 2.91% ഉയർന്നത്. ബാങ്കിങ് സൈഡിലേക്ക് വന്നാൽ HDFC ബാങ്ക് 1.27% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ICICI ബാങ്ക് 1.67% ഉയരുകയാണ് ചെയ്തത്. മേക്ക് മൈ ട്രിപ്പ് 1.94% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 1.42% ഉയർന്നും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. ഡൗ ജോൺസ് 0.04% നേട്ടത്തിലും S&P 500 0.02% ഇടിവിലും നാസ്ഡാക്ക് 0.14% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ. ഇന്നലെ പൊതുവിൽ സ്ട്രോങ് ആയി തോന്നിയത് യൂറോപ്യൻ മാർക്കറ്റുകൾ തന്നെയാണ്.
UK മാർക്കറ്റ് FTSE ആണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 1.62% ഉയർന്നത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.22% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.70% ഉയർന്നത്. സ്റ്റോക്ക് 600 0.6% ഉയർന്നപ്പോൾ ടെലികോം സ്റ്റോക്കുകൾ 2.1% നേട്ടമുണ്ടാക്കി. ഓട്ടോ സ്റ്റോക്കുകൾ 0.8% നഷ്ടവും രേഖപ്പെടുത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായത് UKയുടെ FTSE 100 തിങ്കളാഴ്ച അതിൻ്റെ 4ാമത്തെ പ്രതിദിന നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 2023 ഫെബ്രുവരി 20 മുൻ റെക്കോർഡാണ് അത് മറികടന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.13% നേട്ടത്തിലും, CAC 0.07% നേട്ടത്തിലും, FTSE 0.18% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ വാൾസ്ട്രീറ്റിൽ ടെക് ഓഹരികൾ കുതിച്ചുയർന്നതും നിക്ഷേപകർ ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫ്ലാഷ് PMI ഡാറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കാരണവും തിങ്കളാഴ്ച ഏഷ്യ പസഫിക് വിപണികൾ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. S&P ഗ്ലോബലിന്റെ കണക്കുകൾ അനുസരിച്ച് ഓസ്ട്രേലിയയുടെ കോമ്പോസിറ്റ് പർച്ചേസിംഗ് മാനേജർ സൂചിക 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. മാർച്ചിൽ 53.3 അപേക്ഷിച്ച് 53.6 എത്തിയിരിക്കുന്നത്. ജപ്പാന്റെയും ഇന്ത്യയുടെയും PMI നമ്പറുകൾ ചൊവ്വാഴ്ചയ്ക്ക് ശേഷമാണ് പുറത്തുവരിക. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്കാണ്. ഇപ്പോൾ സമയം 6:45 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,424.50 എന്ന നിലയിലാണ്. 40 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ ഒരു 60 മുതൽ 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തത് ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.42% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.19% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇസ്രായേലുമായുള്ള സംഘർഷം വഷളാകില്ലെന്ന് ഇറാൻ പറഞ്ഞതിന് ശേഷം ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇടിയുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $87.43 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.31% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $82.33 പെർ ബാരൽ എന്ന നിലയിൽ 0.53% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.